come on guys. Living Booking Reels like Swagatham. Winter is a super Sunday. Good morning. How are you today? Have a nice day. Sami Sharma Yepa Tattumasi. Lasila Sahabe. Assalamu alaikum. Yo. Assalamu alaikum. Sami Sharma Yepa Tattumasi. ഞാനേ ലിബിനെ ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു. Thank you so much. ഇത് നോക്കിയിട്ടൊരു ഡയലോഗ് പറ. Hi, hello my dear friends. സൂര്യകാന്തിന്റെ ചെറിയതാണ്. ഓണം വന്നാലാണ് പൂക്കളുടെ ഉത്സവം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാണേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതലാണ് ഈ റീൽസ് എടുത്ത് തുടങ്ങിയത്? ഈ വർഷം തന്നെയായിരുന്നു. റെഡ്മി ഞാൻ സെപ്റ്റംബർ 6 ജയന്തിക്ക് എടുത്ത്. മഞ്ജു ചേച്ചിയുടെ കടയുണ്ട്, മഞ്ജു ചേച്ചി. അപ്പൊ ഞാൻ ഓർത്ത് നാട്ടിലുള്ള ആരാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ ചേച്ചിയുടെ. എനിക്ക് മനസ്സിലായി. ഞാൻ മഞ്ജു ചേച്ചിയുടെ കടയിൽ നിർത്തി. എന്നിട്ട് ബാക്കി അത് കഴിഞ്ഞ് പിന്നെ 2013 SLC 10ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് പിള്ളേർ കാണാൻ വേണ്ടിയാണ് റീലൊക്കെ ചെയ്തത്. അത് ഞാൻ കേട്ടായിരുന്നു, ആ കഥ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അവർക്ക് വേണ്ടിട്ട് എന്ത് റീലാണ്? അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ മുസ്ലിം അണ്ണച്ചിമാരുടെ പുള്ളി റംബൂട്ടാന്റെ കൃഷിക്ക് പോയായിരുന്നു, പുതിയ വീട് വെക്കുന്നതിന്. ആ വീഡിയോ ആണ് ഹിറ്റ് ആകുന്നത്. എനിക്കറിയാം. ഒരു ഇപ്പം 175 ലൈക്കും, അതായത് 1,70,000, അത് 3 മില്യൺ ഇതുണ്ട്. സൂപ്പർ, നല്ല നട്ടതാ. പഴത്തൈയൊക്കെ നടുവാ, അടിപൊളി. പിന്നെ ഒരു എൻഫീൽഡിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഒരാള് വീഡിയോ ട്രാഫിക് ബോധവൽക്കരണം. ഇവിടെ ഒറ്റത്തിന് വെറുതെ കൊടുത്തില്ല, എല്ലാവരും ഞാൻ കിള്ളി കുത്തുന്നത്. നമ്മളെ കൂട്ടുകാരല്ലേ, അതുകൊണ്ട് ആരെങ്കിലും കൂട്ടുകാർ വരുമ്പോ ഓടുവോ? ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരൻ കുചേരൻ, അയ്യപ്പന് ബാബര്, അർത്തുങ്ക പുണ്യാളൻ, യേശുവിന്റെ 12, 13 പേരുണ്ട്. നമ്മളാരും ഒറ്റയ്ക്കല്ല, വി ആർ വൺ. ഒത്തുപിടിച്ചാൽ മലയും ഒരു ഒരുമയുണ്ട്, ഓലൊക്കെ പോയി കിടക്കാം. എത്ര വരെ പഠിച്ചു? +2. ഞാൻ 10 വരെ പഠിച്ചു, 10 പാസ്സായി. +2 വരെ പഠിച്ചു കോളനി സ്കൂൾ വെച്ചിച്ചറ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലാണ്. അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചാലോ? ലിബിന്റെ വീട്ടില് സ്വാഗതം ചെയ്യുന്നു. വിശേഷങ്ങളിലേക്ക് പോവാം. ശരി, അമ്മ അച്ഛ ഇവിടെ വന്ന്. ലിബിൻ ഫേമസ് ആയെന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഈ മൊബൈൽ നന്നാക്കാൻ ചെന്നപ്പം മൊബൈൽ കിടക്കാനും പറഞ്ഞു, ചേട്ടന്റെ മോനല്ലേ ഭയങ്കര വൈറലായല്ലോ ടിവിയിലൊക്കെ. അപ്പൊ എന്നെ ഞാൻ കാണിക്കാൻ പറഞ്ഞു. അപ്പം കാണിച്ചു. ഓടുകയും ചാടുകയും ആക്ടിങ് ഒക്കെ കണ്ടു. അപ്പൊ എനിക്കും വലിയ സന്തോഷമായി. കാരണം ഇവന് വേറെ എങ്ങും പോയി പഠിക്കുകയോ അല്ലോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ടിവിയിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒത്തിരി 2-3 മാസം 5-6 മാസമായിട്ട് ഇവന് രാത്രി മുഴുവനും ഭയങ്കര ചിരിയും കളിയും ഓക്കെയാ. അപ്പൊ ഞാനത് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ഞാൻ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. വെളുപ്പം കാലത്തും ഒക്കെ എഴുന്നേറ്റിരുന്ന് തോട്ടിൽ പോയി ഫോൺ കൈകാര്യം ചെയ്യും, ചിരിക്കാൻ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പോഴാണ് ഓർക്കുന്ന ഈ കടക്കാരൻ എന്നോട് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ ഓർക്കുന്നത് ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇത് ആക്ട് ചെയ്യായിരുന്നല്ലോ, TV കണ്ടുകൊണ്ട് അത് ആക്ട് ചെയ്ത് പഠിക്കുകയായിരുന്നല്ലോ എന്ന്. അപ്പം ഞാനിപ്പോഴാണ് തെറ്റ് മനസ്സിലാക്കുന്നത്. അല്ല, മക്കളെ എന്താണെന്ന് പേടിച്ചു പോയായിരുന്നല്ലേ? രാത്രി മുഴുവനും ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്കിത് അറിയത്തില്ല. ഇവന് അഭിനയിക്കുകയായിരുന്നു, TV കണ്ടുള്ള അഭിനയമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പറ്റില്ല, കടക്കാരൻ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.